യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങളിങ്ങനെ 24 മണിക്കൂർ സംസാരിച്ചിരുന്നത് എങ്ങനെയാ? നിനക്ക് വല്ലതും പഠിക്കണ്ട ജന്നി? പഴയതുപോലെ കളിച്ച് നടക്കാനൊന്നും ഇനി നേരമില്ല. യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് അനുവദിച്ചു കിട്ടിയ കുട്ടിയാ നീ. അതിന്റെ വില എന്താണെന്ന് നീ മനസ്സിലാക്കണം. പറഞ്ഞ കാലാവധിക്കുള്ളിൽ തന്നെ തീസിസ് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. എനിക്കറിയാം, ഞാനിത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള സാഹചര്യം കൂടി ഉണ്ടാവണം. അല്ല, സാഹചര്യം അങ്ങനെ താനെ ഉണ്ടാവുന്ന ഒന്നല്ലല്ലോ, അത് ഉണ്ടാക്കണം. ചുറ്റും നിൽക്കുന്നവർ അതിന് സഹായിക്കണം, അല്ലാതെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അച്ഛനെ നിന്നെ. അച്ഛൻ എന്തുദ്ദേശിച്ച ഇങ്ങനൊക്കെ പെരുമാറുന്നത്? മനസ്സിലായില്ല. മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, അച്ഛൻ മനഃപൂർവ്വം അഭിനയിക്കോ? ഈ പറഞ്ഞതും എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ എന്താ നിന്റെ മുന്നിൽ അഭിനയിച്ചത്? അച്ഛൻ എന്തിനാ ഹരിയെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഞാൻ എന്ത് ഇറിറ്റേറ്റ് ചെയ്തു? നേരം കളയാതെ നീ പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞത് അത്ര വലിയ തെറ്റായി പോയോ? അത് മാത്രല്ലല്ലോ, അച്ഛൻ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അച്ഛൻ എന്താ പറ്റിയത്? എന്തു പറ്റാൻ? അച്ഛൻ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലേ? പഠിക്കെന്ന് പറഞ്ഞ് നിന്റെ പുറകെ നടക്കാറുണ്ടായിരുന്നില്ലേ? ഇപ്പൊ എന്താ ഇതിലൊരു പുതുമ? ഒന്നുമില്ലേ, അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പൊ. ഞാനിന്നൊരാളുടെ ഭാര്യയാണ്. പഠിത്തമല്ലാതെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്ക് വേറെ ഇല്ലേ അച്ഛൻ? ആ ഉത്തരവാദിത്തങ്ങളൊന്നും നീ എടുക്കാൻ പാടില്ലെന്നാ അച്ഛൻ പറഞ്ഞത്. ഇനിയെങ്കിലും നീ പഠിച്ച് നേടാൻ നോക്ക്. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ നോക്ക്. ഹരിയെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊരു നേട്ടവും വേണ്ട അച്ഛൻ. അപ്പോ നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചല്ലേ? സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാ അച്ഛാ സ്വയം നശിക്കലാവുന്നത്? എന്ത് ഭർത്താവ്? 1000 ശരികൾക്കിടയിൽ അച്ഛന് പറ്റിപ്പോയൊരു ചെറിയ തെറ്റ്. അതിന് നീ എന്നോട് ചെയ്യുന്ന പ്രതികാരമാണിതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതല്ല, ആത്മാർത്ഥമായ തെറ്റിദ്ധാരണയുടെ പുറത്താണ് നീ ഇത് കാണിക്കുന്നതെങ്കിൽ നിന്നെ തിരുത്താനുള്ള ബാധ്യത എനിക്കുണ്ട്. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഹരിയെ ഞാൻ ഡിവോഴ്സ് ചെയ്യണമെന്നാണോ? അത് നീയോ അവനിപ്പോ ഭാര്യയും ഭർത്താവോ അല്ലല്ലോ. ഇനി അഥവാ ഒഴിവാക്കണമെങ്കിലും അതിന് കോടതിയുടെ സഹായമൊന്നും ആവശ്യമില്ലല്ലോ. പരസ്പരം പറഞ്ഞു പിരിഞ്ഞാ പോരെ? പോരാ, പരസ്പരം പറഞ്ഞു പിരിയുന്നത് നാവ് കൊണ്ടല്ല അച്ഛാ. മനസ്സുകൾ കോർത്ത ബന്ധത്തെ അങ്ങനെ വെറുതെ പറഞ്ഞു പിരിക്കാൻ പറ്റുമോ? അപ്പോ എന്നെ തോൽപ്പിക്കാൻ തന്നെയാ നിന്റെ ഉദ്ദേശമല്ലേ? ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അച്ഛനെങ്ങനെയാ തോൽക്കുന്നത്? നിന്റെ നന്മ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എങ്കിൽ അച്ഛൻ ഞങ്ങളെ വെറുതെ വിടണം. അപ്പോ ഞാൻ നിനക്കൊരു ശല്യമായി ഇന്ന്? ഒരിക്കലുമില്ല. മരണം വരെ എന്റെ അച്ഛനെ ഞാൻ തള്ളി പറയില്ല. കാലങ്ങൾക്ക് ശേഷം അന്ന് ഞാൻ അച്ഛനെ വിളിച്ചു കയറ്റിയത് ആ വേദിയിലേക്കല്ല, എന്റെ മനസ്സിലേക്കാ. അതും എന്റെ ദൈവത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എന്ന മുഖവുരയോടെ. അച്ഛൻ മറന്നിട്ടില്ലല്ലോ? എന്നാ ആ ദൈവമാ നിന്നോട് പറയുന്നത്. തിരിച്ചറിവും നല്ല ചിന്തയും നിനക്കുണ്ടാവണം. സ്വപ്നലോകത്തല്ല, യാഥാർത്ഥ്യത്തിലാ നീ ജീവിക്കേണ്ടത്. ഇന്നലെയോളം കൂടെ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കിയിട്ടാണോ യാഥാർത്ഥ്യത്തിൽ ജീവിക്കേണ്ടത്? നിന്നോട് വാദിക്കാനും ജയിക്കാനും അല്ല, നിന്റെ വാദം കേൾക്കാനും നിന്നെ ജയിപ്പിക്കാനുമാ അച്ഛൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ ജയിച്ചു കാണിച്ചെന്നാ പോരെ? വെറുതെ അങ്ങനെ ആരും എവിടെയും ജയിക്കില്ല മോളെ. കണ്ടില്ലേ ആ മിഥുന്റെ വിജയം? അവൻ അതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും.
ഇതേ മിഥുന് ജീവിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ ആട്ടിയിറക്കി വിട്ടത് അച്ഛനല്ലേ? ശല്യക്കാരനാണെന്ന് പറഞ്ഞ് അയാളുടെ കോളേജ് ജീവിതം പോലും അവസാനിപ്പിച്ചത് അച്ഛനല്ലേ? അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു. നാളെ ഒരു പക്ഷേ ഇപ്പൊ ഈ പറയുന്ന കാര്യം ഓർത്ത് അച്ഛൻ ഖേദിച്ചാലോ? തെറ്റ് സംഭവിച്ചാൽ ഖേദപ്രകടനം മാത്രമല്ല, അത് തിരുത്താനും സേതുമാധവൻ അറിയാം. അച്ഛനെ നിന്ന്. അച്ഛൻ തിരുത്തുന്ന തെറ്റുകളിൽ എന്റെ ഹരി ഉണ്ടാവാൻ പാടില്ല. കാരണം അതൊരിക്കലും അച്ഛനെ പറ്റിയൊരു തെറ്റായിരുന്നില്ല. ഇന്നോളം ചെയ്ത ഏറ്റവും വലിയ ശരിയായിരുന്നു. അമ്മേ, 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 മോള്, മോളെ. നന്ദിതേ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചത്തോന്നറിയാനാണോ? അല്ല, ഞാൻ ചത്തിട്ടില്ലെന്ന് എന്നെ ബോധിപ്പിക്കാൻ. പാതിരാത്രി മനുഷ്യൻ ഉറങ്ങാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിന് നീ ഉറങ്ങിയിട്ടില്ലല്ലോ. നീ എന്തിനാ നന്ദിത ഇങ്ങനെ അഭിനയിക്കുന്നേ? നന്ദിതേ, വിട്. എനിക്ക് പറയാനുള്ളത് നീ കേട്ടിട്ട് പോയാ മതി. എനിക്കൊന്നും കേൾക്കണ്ടത് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. നിങ്ങൾ എനിക്ക് കാണണ്ട. ഇത്രയ്ക്ക് വെറുക്കാൻ ഞാൻ ചെയ്ത തെറ്റുകൂടി നീ ഒന്ന് പറ. അത് ചോദിച്ചറിയാനാണോ ഈ നേരത്തെ വന്നത്? അതെ, അതിന് തന്നെ വന്നേ. ഒരുപാട് ആവർത്തിച്ച ആരോപണങ്ങളാണെങ്കിൽ ഇനി കേൾക്കണമെന്നില്ല. അതല്ല, അടിസ്ഥാനമുള്ള ഞാൻ അറിയാത്ത മറ്റെന്തെങ്കിലും ആണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാ. നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങളിപ്പോ പോണം. ഇതിന്റെ പേര് ഒളിച്ചോട്ടോന്നാ. നീ ആരിൽ നിന്നാ ഇങ്ങനെ ഒളിച്ചോടുന്നേ? എന്നിൽ നിന്നോ? അതോ വേട്ടയാടുന്ന ഓർമ്മകളിൽ നിന്നോ? ഈ സമൂഹത്തിൽ നിന്നോ? അതോ നീ നിന്നിൽ തന്നെ ഒളിച്ചോടാനുള്ള ശ്രമമാണോ? എത്രയൊക്കെ ഓടി ഒളിച്ചാലും നിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെക്കൊണ്ട് പറ്റില്ല നന്ദിതേ. എന്ത് മനസാക്ഷി? ആരുടെ മനസാക്ഷി? ആർക്കാരോടുള്ള മനസാക്ഷി? അങ്ങനെയൊന്ന് ഭൂമിയിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് ഈ ഗതി വരുമായിരുന്നോ? ഞാൻ ഇങ്ങനെ ഇവിടെ ഭ്രാന്ത് പിടിച്ചും നിങ്ങൾ ഇങ്ങനെ അവിടെ തെരുവിലും അലയുമായിരുന്നോ? നമ്മുടെ മകൾ നമ്മളെ ചതിക്കുമായിരുന്നോ? പിന്നെ ആരുടെ മനസാക്ഷിയുടെ കാര്യമോ നിങ്ങൾ ഈ പറയുന്നേ? എനിക്ക് വേണ്ടത് ഇപ്പൊ ഗീതോപദേശമല്ല, കുറച്ച് മനസ്സമാധാനമാ. നിങ്ങൾ പറഞ്ഞില്ലേ ഒളിച്ചോട്ടം എന്ന്? അതെ, ഇത് ഒളിച്ചോട്ടം തന്നെയാ. ഓടി ഓടി ഒടുക്കം ഞാൻ അവസാനിക്കുന്നതേ ഒടുക്കത്തെ സമാധാനത്തിലായിരിക്കും. ആരെ തോൽപ്പിക്കാൻ? എന്നെയോ? നിന്റെ അമ്മയോ? അതോ നമ്മൾ ഉപേക്ഷിച്ചു പോയ നമ്മുടെ മകളെയോ? നീ ആരെയാ തോൽപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, തോൽപ്പിക്കാനല്ല, ആരെയും തോൽപ്പിക്കാനല്ല, എനിക്ക് ജയിക്കാൻ. അങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജയിക്കാൻ. മരണം കൊണ്ട് ജയിച്ച ആരാ ഭൂമിയിലുള്ളത്? ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്.